ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യനെതിരെ കുലക്കുറ്റം ചുമത്തണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഞാൻ ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനാണ്. നമ്മൾ 2017 മുതൽ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ഈ തിരോധാന കേസ് ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ ആദ്യമേ തന്നെ പറയട്ടെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ നൽകിയിട്ടുള്ള പിന്തുണ അതിന് നന്ദി അറിയിക്കുകയാണ്. തുടർന്നും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ തുടക്കം മുതൽ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നുള്ളത്. ഇപ്പോൾ നിലവിൽ എന്തായാലും വൈകിയാണെങ്കിലും കൊലക്കുറ്റം ചുമത്തി. ഇന്നിപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സെബാസ്റ്റ്യനെതിരായിട്ടുള്ള കൂടുതൽ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ മൊഴികളും ക്രൈംബ്രാഞ്ച്. ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതി സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. ചേർത്തലയിൽ മാത്രം 2000 കോടി രൂപയുടെ നിക്ഷേപം സെബാസ്റ്റ്യൻ നടത്തിയതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ഇതിൽ സെബാസ്റ്റ്യൻ മാത്രമായിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഉന്നത പോലീസ് ബന്ധം സെബാസ്റ്റ്യന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ ചേർത്തല DYSP ആയിട്ടിരുന്ന AG ലാല്, ജില്ലാ പോലീസ് മേധാവിയും പിന്നീട് കഴിഞ്ഞിടക്ക് DIG ആയിട്ട് വിരമിച്ച സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇതിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ നിലവിൽ അന്വേഷണ സംഘത്തോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ മൊഴിയിൽ ഉൾപ്പെടെ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എനിക്കെതിരെ പോലും ഒരു ആക്രമണം ഉണ്ടായി ഈ കഴിഞ്ഞ ആഴ്ച. അതിൽ AG ലാലിൻ്റെ പേഴ്സണൽ ഡ്രൈവറായിട്ടിരുന്ന ഒരു ബൈജു ചേർത്തലയിൽ ഈ സെബാസ്റ്റ്യനെ IPS ഉന്നതരുമായി ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇടനിലക്കാരനായിട്ട് നിന്ന ഒരു പ്രമുഖനായ IPS ദല്ലാളുണ്ട്, ലക്കി എന്നാണ് പേര്. അദ്ദേഹത്തിന് ADGPമാരുമായിട്ടും DGPമാരുമായിട്ടും ഒക്കെ ഉന്നത ബന്ധമുള്ളതാണ്. കാര്യം സെബാസ്റ്റ്യൻ ഒരിക്കലും ഒരു SP ആയിട്ടോ DSP ആയിട്ടോ നേരിട്ട് ബന്ധപ്പെടാനുള്ള തരത്തിലുള്ള ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഇദ്ദേഹം വഴിയാണ് ഈ ബന്ധപ്പെടൽ നടന്നിട്ടുള്ളത്. ഈ പണം കൈമാറ്റം ഉൾപ്പെടെ ഈ കേസ് അട്ടിമറിക്കുന്നതിൽ ഉൾപ്പെടെ ഇദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.